നമസ്കാരം. മീനക്കൂറുകാരുടെ 2026 വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. ഇവരുടെ രാശ്യാധിപൻ വ്യാഴം ആണ്. പൊതുവെ മീനക്കൂറുകാരെ പറ്റി പറയുകയാണെങ്കിൽ ഇവർ അറിവുള്ളവരും ജീവിത വിജയം നേടിയവരുമായിരിക്കും. വീട്, വാഹനം, വസ്തു എന്നിവ സ്വന്തമായി ഉള്ളവരാണ് ഇവരിൽ മിക്കവരും. നല്ല രീതിയിൽ സംസാരിക്കുവാനും മറ്റുള്ളവരെ മനസ്സിലാക്കി സംസാരിക്കുവാനും അറിയുന്നവരാണ് ഇവർ. സൗന്ദര്യമുള്ളവരായിരിക്കും. 2026 വിഷുഫലത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മീനക്കൂറുകാർ. ഏഴര ശനിയുടെ കാലമായതുകൊണ്ട് തന്നെ ഏറെ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇവർ. പല രീതിയിലുള്ള വിഷമതകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. വ്യക്തി ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. എന്നാൽ ഈ ജൂൺ 2 ശേഷം ഇവർക്ക് നല്ല കാലം തെളിയുകയാണ്. ഗുണഫലങ്ങൾ വന്നു ചേരുകയാണ്. ഈശ്വരാധീനം ഉണ്ടാകുന്ന കാലമാണ്. ജീവിതത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാകുന്ന കാലമാണ് വന്നു ചേരാൻ പോകുന്നത്. വ്യാഴം ഇപ്പോൾ 4-ാം ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലേക്ക്, അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ വളരെ അധികം ഗുണഫലങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. മാത്രമല്ല മീനൻ രാശിയിലേക്ക്, സ്വന്തം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും നേട്ടമുണ്ടാകുന്ന ഒരു കാലമാണ്. ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഷ്ടതകളൊക്കെ മാറിക്കിട്ടുകയും പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന കാലമാണ്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവുന്ന കാലം കൂടിയാണ് വന്നു ചേരുന്നത്. ജോലിയിൽ പുരോഗതി ഉണ്ടാകുവാനും ധനവർദ്ധനവ് ഉണ്ടാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു കാലമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. കേസ്, വഴക്ക് എല്ലാം മാറിക്കിട്ടുന്നതും നയപരമായ സമീപനത്തിലൂടെ ശത്രുക്കൾ രമ്യതയിൽ എത്തിച്ചേരുന്നതുമാണ്. സന്താനങ്ങളെ കൊണ്ട് പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് കൂടുതൽ വന്നു ചേരുന്ന ഒരു കാലമാണ്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുവാനും ഇവർക്ക് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ നേട്ടം ഉണ്ടാകുവാനും ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും ബുദ്ധിശക്തി വർദ്ധിക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് അത് നടന്നു കിട്ടുവാനും അതിൽ ഒരു തീർപ്പുണ്ടാകുവാനും സാധ്യതയുണ്ട്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വീട് പണി ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട്. ഈ സമയത്ത് പുണ്യസ്ഥല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതും ആത്മീയ ചിന്തകൾ കൂടുന്നതുമാണ്. കലാ കായിക രംഗത്തുള്ളവർക്ക് അവസരവും കീർത്തിയും പുരസ്കാരവും ഒക്കെ നേടുവാനുള്ള സമയം കൂടിയാണ്. പൊതുപ്രവർത്തകർക്ക് നല്ല കാലം വന്നു ചേരുകയാണ്. പൊതുവെ പറഞ്ഞാൽ ജൂൺ 2 ശേഷം ഇവർക്ക് ജീവിതത്തിൽ വളരെ അധികം നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. എന്നിരുന്നാലും ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ അധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഉപദേശങ്ങൾ വേണ്ട സ്ഥലത്ത് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. വാദപ്രതിവാദങ്ങളിൽ പെടാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുവാനും തിരുത്തിപ്പോവാനും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യക്തിബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. വിനയത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുവാൻ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അമിത ചിന്തകൾ പാടുള്ളതല്ല. മെഡിറ്റേഷനും ധ്യാനവും പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. ദോഷാനുഭവങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഈശ്വര പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും നടത്തുന്നത് നല്ലതാണ്.
വിഷ്ണു ഭഗവാനെ ഭജിക്കുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം എന്നിവ നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, മൃത്യുഞ്ജയ ഹോമം, ധാര എന്നിവ ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക എന്നിവയൊക്കെ ചെയ്ത് ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യുന്നതാണ്.